ഹായ് ഗൈസ്. അങ്ങനെ ദേവയാനിയുടെ സമ്മതത്തോടു കൂടി തന്നെ നയന ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് ആരാണെന്നുള്ള സത്യമൊക്കെ തെളിയുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ഓഫീസിൽ പോവാണ് കേട്ടോ, ദേവയാനി സമ്മതിച്ചിട്ട്. അത് ജാനകിക്കും അനാമികയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നയന പോയി കഴിയുമ്പോൾ നല്ല ഒരു പ്രൊജക്റ്റ് കിട്ടുകയാണ് കമ്പനിക്ക്. കോടിക്കണക്കിന് രൂപ അതുവഴി ലാഭം കിട്ടുകയാണ്. നയനയുടെ ഡിസൈനുകളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒന്നാമതെത്തുകയാണ്. അങ്ങനെ മൂർത്തീസ് ജുവല്ലറി ഭയങ്കര ഉന്നതിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും നയനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫങ്ഷൻ നടത്തുകയാണ് കേട്ടോ ഓഫീസിൽ. ആ സമയത്ത് എല്ലാവരും ഓഫീസിലെത്തുകയാണ്. വീട്ടിൽ നിന്ന് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അനാമിക പോകുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും തന്നെ അവിടെയുണ്ട്. അനിയൊക്കെ ഉണ്ട്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സ്റ്റാഫും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ആ സമയത്ത് നയനെ എല്ലാവരും പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം ആദർശാണ് പ്രസംഗിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ അവൾ കാരണമാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ഇത്രയും ലാഭം ഉണ്ടായതും നമ്മുടെ ടേൺ ഓവർ ഇത്രയധികം വർദ്ധിച്ചതും. അതുപോലെ നയനയുടെ ഡിസൈനുകളെല്ലാം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു വരികയാണ്. അത് നമ്മുടെ കമ്പനിക്ക് ഒരു ബെനിഫിറ്റാണെന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ബോർഡ് അംഗങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അതിനുശേഷം നയനയെ സ്വീകരിക്കുകയാണ്. നയനയ്ക്ക് പൊന്നാണ അണിയിച്ച് സ്വീകരിക്കുകയും ഉപകാരമായിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് നയനയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ അനാമിക വീട്ടിലിരുന്നുകൊണ്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ അനാമിക അവിടെ പോയിട്ടില്ല. ആ സമയം അനി പ്രസംഗിക്കാനായിട്ട് കയറുകയാണ് കേട്ടോ. അനി പ്രസംഗിക്കാൻ കയറി കഴിയുമ്പോഴേക്കും അനി ഏടത്തെക്കുറിച്ച് വാചാലനാകാണ്. ഏടത്തിയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമെന്നും ഉറങ്ങിക്കിടന്ന ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമുണ്ടായത് ഏടത്തി വന്നതിന് ശേഷമാണ് എന്നൊക്കെ അനി പ്രസംഗിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പം അനാമികയ്ക്ക് അവിടെ കൺട്രോൾ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, നാശം, ഇവൻ അവിടെ പോയി ഏടത്തി വാഴ്ത്തൽ തുടങ്ങിയല്ലോ. ആദർശേട്ടനും നയനേടത്തി, അതാണ് അവൻ്റെ ദൈവം. നാശം പിടിക്കാൻ എന്ന കമ്പനിയിൽ എങ്ങനെയും കയറിപ്പറ്റി ഒരു നല്ല പ്രോജക്റ്റ് ഒപ്പിച്ച് ഇതുപോലൊരു അപ്രീസിയേഷൻ ഇവനും വാങ്ങാൻ മേലെ. 2-3 കമ്പനികളുടെ എങ്കിലും ഉത്തരവാദിത്തം ഇവനും ഏറ്റെടുക്കാൻ മേലെ. എല്ലാ ആദർശനും നയനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുക, നാശം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് സ്വയം. അതിനുശേഷം അനിയാണെങ്കിൽ സ്വന്തമായിട്ട് ഏടത്തിയെക്കുറിച്ച് എഴുതിയ ഒരു കവിത കൂടി അവിടെ പാടുകയാണ്. നയനയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ് കേട്ടോ അനി പാടുന്നത്. അതൂടെ കേൾക്കുമ്പോൾ പിന്നെ അനാമികയുടെ കൺട്രോൾ അങ്ങ് പോവാണ്. ഇവൻ നാശം പിടിക്കാൻ കുറേ കവിത എഴുതാനല്ലാതെ ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം. ഈ ഏടത്തിയെ വാഴ്ത്തിക്കൊണ്ട് അവൻ അവിടെയും കവിത ചൊല്ലുന്നു, ഇന്നിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ അനാമിക വിചാരിക്കുകയാണ്. സ്റ്റാഫ് എല്ലാവരും കൂടി ഈ നയനയെ പുകഴ്ത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ ആ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം ആദർശും നയനയും കൂടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്ന് കയറുമ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നയനയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ദേവയാനി അവിടെയുണ്ട്. നയന വരുമ്പോൾ തന്നെ ദേവയാനി അടുത്തേക്ക് വന്നിട്ട് പറയാണ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നയന തന്നെ അത്ഭുതപ്പെട്ടു പോവാണ്, അമ്മ എന്താ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ഓർത്തിട്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നന്നായി നയനെ നീ ചെയ്തത്. ഞാൻ വേറൊന്നും കൊണ്ടല്ല നിന്നെ അഭിനന്ദിച്ചത്. ദേവയാനി ആ മസിലൊന്നും അങ്ങ് വിടുന്നില്ല കേട്ടോ. നീ ചെയ്ത കാര്യം വളരെ വലുതാണ്. കാരണം കമ്പനിക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ലാഭം നീ കാരണം ഉണ്ടായില്ലേ, അത് നമുക്കൊരു അസറ്റല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അഭിനന്ദിച്ചത്. പിന്നെ നിന്നേക്കാൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നമ്മുടെ മൂർത്തീസ് ജുവല്ലറിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ദേവയാനി ഒരു ഒഴുക്കം മട്ടിൽ നയനെ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. അനാമിക ആകെ മൊത്തം ഇതെല്ലാം കണ്ട് കലിച്ച് നിൽക്കുകയാണ്. ആ സമയം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനാമിക അനിയോട് പറയുന്നുണ്ട്, എന്താ അനി, ഈ അവിടെ നിൻ്റെ കവിതയൊക്കെ ചെല്ലുന്ന കേട്ടല്ലോ,
എല്ലായിടത്തും ഏടത്തി ഏട്ടനും ആകപ്പാടെ എപ്പോഴും നിനക്കൊരു പുകഴ്ത്തില്ല ആദർശേട്ടനും നയനേടത്തി. അവിടെ ചെന്നിട്ടും അത് തന്നെ, നിന്നെ എന്തിനു കൊള്ളാം. അങ്ങനെയുള്ള ആണുങ്ങൾ കണ്ടോ കമ്പനിയുടെ MD ആയി അവരുടെ ഭാര്യമാരാണെങ്കിൽ ഒത്തിരി പ്രശസ്തി നേടുന്നു. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ടോ? നിനക്ക് ഈ കവിത എഴുതാനും ഓരോ അവളുമാരെ പുകഴ്ത്താനും അല്ലാതെ എന്തിനറിയാം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനി ആകെപ്പാടെ വല്ലാതാകാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികയെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് പ്രയോഗിക്കണം. നയന അനിയുടെ ഏടത്തിയാണ്, അവൻ അവളെ പുകഴ്ത്തി ഒരു കവിത ചൊല്ലിയെന്ന് വെച്ച് അതിലെന്താ തെറ്റ്? അപ്പോൾ അനാമിക പറയും, ഒരു തെറ്റുമില്ല, എല്ലാം നല്ലത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങ് വല്ലാതൊക്കെ ആവുന്നുണ്ട്. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസമാണെങ്കിൽ അനാമിക ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മ കണ്ടില്ലേ ഇന്നലെ അവളെ എല്ലാവരും കൂടെ പുകഴ്ത്തിയെടുത്ത് തലയിൽ വയ്ക്കുന്നത്? വല്യമ്മയെ അങ്ങ് കൺഗ്രാജുലേറ്റ് ചെയ്തല്ലോ. വല്യമ്മയ്ക്കും അപ്പോൾ മരുമകളോട് അങ്ങ് താല്പര്യമാണല്ലേ? അപ്പോൾ ദേവയാനി പറയാണ്, അവൾ ചെയ്തത് നല്ല കാര്യമല്ലേ, നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ അതുകൊണ്ട് നേട്ടം ഉണ്ടായത്. അതിലൊന്ന് അഭിനന്ദിച്ചെന്ന് വെച്ചാൽ എന്താ അനാമികെ? അപ്പോൾ അനാമിക പറയാണ്, അഭിനന്ദിച്ചു, നല്ല ചീത്ത അവളെ പറയേണ്ടത്. അവൾ എന്ത് ചെയ്തെന്നാ വല്യമ്മ പറയുന്നത്? അവൾ എന്തൊക്കെയോ ഡിസൈൻ വരച്ചു വെച്ചു, ആർക്കൊക്കെയോ സായിപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അത് വലിയ കാര്യമാണോ? അതിനാണോ ഈ ചടങ്ങുകളും ഡയമണ്ട് നെക്ലേസും എല്ലാം എന്നൊക്കെ പറയുമ്പം ദേവയാനിക്ക് മനസ്സിലാകാണ് കേട്ടോ അനാമികയുടെ കുശുമ്പ്. പക്ഷേ ദേവയാനി അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അതിനുശേഷം അനാമിക വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ രേവതി അവിടെയുണ്ട്. അവളാണ് പാലിൽ വിഷം ചേർത്ത് തന്ന് വല്യമ്മയെ കിടപ്പിലാക്കിയത്. ഇന്നും വല്യമ്മയ്ക്ക് ഈ വയ്യായ്കയ്ക്ക് കാരണം അവളല്ലേ? അന്ന് പിന്നെ ആരാ ഇത് ചെയ്തത്? അങ്ങനെ ഒരുത്തിയെ ഈ അനന്തപുരിയിൽ നിർത്തി ഇവിടെ വച്ച് വാഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇവിടെയുള്ളവർക്കൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. വല്യമ്മയ്ക്ക് കൂടി ഇപ്പം എന്ത് പറ്റിയെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ്. അപ്പം രേവതി പറയാണ്, ശരിയാണ്, കള്ളി അവളന്ന് പാലിൽ വിഷം ചേർത്ത് വച്ച് അത് ദേവയാനി കുടിച്ചിട്ടല്ലേ ഇങ്ങനെ ആയിപ്പോയത്. എന്നിട്ടിപ്പോൾ അവൾ എന്തെങ്കിലും അറിഞ്ഞോ? അവളാണ് ഇവിടുത്തെ എല്ലാം. അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ദേവയാനി പറയാണ്, അതെങ്ങനെയാണ് ദേവതി ശരിയാവുന്നത്? പാലിൽ അവൾ വിഷം ചേർത്ത് വെച്ചെന്ന് നമ്മളാരും കണ്ടില്ലല്ലോ, അതിന് തെളിവൊന്നുമില്ല. പിന്നെ അവളെ എങ്ങനെയാണ് നമ്മൾ കണ്ണടച്ച് കുറ്റം പറയുന്നത്? അപ്പോൾ രേവതി പറയാ, അവൾ തന്നെ ചെയ്തതാ. ഒന്നെങ്കിൽ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ, അല്ലെങ്കിൽ ദേവയെടുത്തിയെ കൊല്ലാൻ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഈ സമയം ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആദർശ് വരുമ്പം ചോദിക്കുക, എന്താ ഇവിടെ ഒരു ബഹളം? നയനയുടെ കുറ്റം പറയാമെന്ന് തോന്നുന്നല്ലോ എല്ലാവരും കൂടി. അപ്പോൾ ദേവയാനി പറയാണ്, അത് ആദർശേ, അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് നയനയാണെന്നാണ് ഇവർ പറയുന്നത്. അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറയാമായിരുന്നെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഓ, നയനെ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ചെയ്തവരാരാണെന്നൊക്കെ എനിക്കറിയാം, ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അനിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് ഞാനിതൊന്നും പുറത്ത് പറയാത്തത്. അപ്പോഴേക്കും ഉടനെ ചോദിക്കുകയാണ് അനാമിക, അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഞാനാണ് പാലിൽ വിഷം ചേർത്തതെന്നാണോ പറയുന്നത്? അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുക, എന്താ കാര്യം? ആദർശേ, നിനക്കറിയാമെങ്കിൽ നീ അതിൻ്റെ സത്യാവസ്ഥ പറയണം എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, എനിക്കറിയാൻ വയ്യ, അബിയോട് ചോദിക്കാമെന്ന് പറയുക. അങ്ങനെ അബിയെ അവിടെ വിളിച്ച് വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ അബി ആകെപ്പാടെ പേടിച്ച് വിറങ്ങലിച്ച് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അബി, നീ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ പാലിൽ വിഷം ചേർത്തതിനെക്കുറിച്ച്? ആ കാര്യം ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ നീ ഒന്ന് പറയണമെന്ന് പറയുമ്പം അബി പറയാണ്, അയ്യോ, ഞാനത് നീ വെറുതെ പറഞ്ഞതാണോ? നീ കള്ളത്തരം കാണിച്ചപ്പോൾ ഞാൻ നിന്നെ കയ്യോടെ പിടിച്ചു, ഒരടിയും തന്നു. അപ്പം നീ സത്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ ഇന്നലെ എന്നോട്? പാലിൽ വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും ചേർന്നാന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? അപ്പം അനി പറയാണ്, ഇത്. അപ്പം അനാമിക പറയാം, ഞങ്ങളോ? അബി, നീയും നിൻ്റെ അമ്മയും കൂടി ആയിരിക്കും അത് ചെയ്തത്. നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പാലല്ലായിരുന്നോ? നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീയും നിൻ്റെ അമ്മയും കൂടെ ചെയ്തതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അബിക്ക് ദേഷ്യം വരികയാണ്. അബി പറയുക, എന്താടി പറഞ്ഞത്? ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്തെന്നോ? നീ ഒന്നുകൂടി പറയുമോ? അപ്പോൾ രേവതിയും പറയാം, ശരിയാ, നിങ്ങൾക്കാണ് നവ്യയോട് ദേഷ്യമുള്ളത്, നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത്. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാണ്, ദേ രേവതി, ഇങ്ങനെ കയറി കളിക്കരുതേ. ഈ ജലജ ആരാണെന്ന് നിനക്ക് അറിയില്ല. നീയും നിൻ്റെ
മകളും കൂടിയല്ലേ പാലിൽ വിഷം ചേർത്തത്. ഞങ്ങളത് കണ്ടതാ. പിന്നെ അവക്ക് കൊടുക്കാനുള്ള പാലായതുകൊണ്ട് ഞങ്ങളതങ്ങ് കണ്ടില്ലെന്ന് വെച്ചെന്നേ ഉള്ളൂ. ഞാനും അബി ഇതെല്ലാം കണ്ടതാ. ഇതെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അനാമികയ്ക്ക് രേവതിക്കും ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആഹാ, അനാമിക രേവതിയാണോ പാലില വിഷം ചേർത്തത്? എടി ജലജേ, ദുഷ്ടപിശാചേ, നിന്റെ മരുമോക്ക് കൊടുക്കാനുള്ള പാലിലല്ലായിരുന്നോ, നിന്റെ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാനല്ലായിരുന്നോ അവർ ചേർത്തത്? എന്നിട്ട് കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കാൻ നിനക്കെങ്ങനെ തോന്നിയടി? നീയൊക്കെ മനുഷ്യ ജന്മമാണോടി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, രേവതിയും അനാമികയും കയറിയാണോ ഈ കുടുംബത്തിൽ ഈ കളി കളിച്ചത് എന്ന് ചോദിക്കുമ്പം അനാമികയും രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഉടനെ ദേവയാനി ചെല്ലുകയാണ് കേട്ടോ അനാമികയുടെയും രേവതിയുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഈ ചതി ചെയ്തത്? പാലിൽ വിഷം ചേർത്ത് തന്ന് എന്നെ കൊല്ലാൻ നോക്കിയത്, ഞാൻ ഈ മരണത്തോട് മല്ലടിക്കാൻ ഇടയായത് നിങ്ങൾ കാരണമാണോ? ഇത് കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ അനാമികെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാം, അയ്യോ അത് വല്യമ്മ ഒരു കാര്യം ഓർക്കണം. വല്യമ്മയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല, അല്ല സത്യമായിട്ടും അല്ല ഞങ്ങൾ പാലിൽ വിഷം ചേർത്തത്. നയന അവളെ അവളുടെ കുഞ്ഞിനെയും കൊല്ലണം എന്ന് ഓർത്തിട്ട് മാത്രമാ എന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ദേവയാനി പറയാ, നീയൊക്കെ എന്ത് ദുഷ്ടക്കൂട്ടങ്ങളാടി. നവ്യയോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവളെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന ഒന്നും അറിയാത്ത കുഞ്ഞിനെയും കൊല്ലണമെന്ന് വിചാരിച്ചാണോ നീയൊക്കെ പാലിൽ വിഷം ചേർത്ത് വെച്ചത്? ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ രണ്ടെണ്ണോ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അടിച്ച് ഞാൻ കരണം പൊളിക്കും. രേവതി അനാമിക ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം. അതുമാത്രമല്ല, ഇതിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടിയും വരും. കാരണം ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് കൂടെ താമസിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേവയാനി അങ്ങ് നന്നായിട്ട് അനാമികയും രേവതിയും ചീത്ത പറയുന്നുണ്ട്. അവസാനം ഇത് കേസൊക്കെ ആകുകയും ഇവരകത്ത് പോവുകയും ചെയ്യും. അനിയുമായിട്ട് ഡിവോഴ്സൊക്കെ ആകും കേട്ടോ അനാമിക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്